കോമഡി മസാലയുടെ ഈ ഫ്ലോറിനി സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു കിടിലൻ സ്കിറ്റിനാണ്. ആ സ്കിറ്റുമായിട്ട് എത്താൻ പോകുന്ന ടീമിന്റെ പേരാണ് കോമഡി കിങ്സ്. യവനിക ഉയരും ഇവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം. ജനനം തൊട്ടു തുടങ്ങും നാടകമടിമുടി നാട്യക്കാർ ഉയർന്നു ഉണർന്നു. എന്റെ കഴുത്ത് ചെത്തിക്കളഞ്ഞല്ലോടാ. എടാ നാളെ ഈ ഗ്രൂപ്പിന്റെ ഫസ്റ്റ് പരിപാടി കളിക്കാനുള്ളതാണോ? എന്നിട്ട് റിഹേഴ്സൽ ചെയ്യണ്ടേ? അതിന് വേണ്ടിയല്ലേ നമ്മളിവിടെ ഈ മേക്കപ്പ് ചെയ്ത് കോസ്റ്റ്യൂം ഇട്ട് നിൽക്കുന്നത്? അയ്യോ ഞങ്ങൾ ഇങ്ങനെ ഒരുക്കി നിന്നിട്ട് ഒരു കാര്യവുമില്ല. ആ നടി വരാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓ എന്റെ പൊന്ന് രമേശ്, ഇന്ന് അവളുടെ കല്യാണം അല്ലേ? കല്യാണം കഴിഞ്ഞ് അവളിങ്ങ് എത്തും. അവള് വരട്ടെ, എന്നിട്ട് നമുക്ക് റിഹേഴ്സൽ നോക്കാമെന്ന്. ഓ അവള് വന്ന ഇവൻ അങ്ങ് തകർത്ത് വാടി. ഹലോ, അതെ നമ്മളെ അങ്ങനെ പുച്ഛിച്ചങ്ങ് കളയരുതേ. നമ്മളെ തിരുവനന്തപുരത്തുള്ള പല സമിതിക്കാരും നമ്മളെ നിരന്തരം ഫോണിൽ വിളിച്ചോണ്ടിരിക്കുക. ദൈവത്തോർത്ത് അവരുടെ ട്രൂപ്പിലേക്ക് ചെല്ലല്ലേ എന്നും പറഞ്ഞായിരിക്കും. അച്ഛനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ട്രൂപ്പ് ഒറ്റ പിടിക്കല്ലോ കേട്ടോ. അടുത്ത വർഷം പോലെ നമ്മുടെ ട്രൂപ്പ് നമുക്ക് ഡ്രാമാസ്കോപ്പ് ആക്കണം. എന്നാക്കണം? ഡ്രാമാസ്കോപ്പ്. കോപ്പ് ഇതെങ്ങനെ ഉരുട്ടിക്കൊണ്ട് നടക്കുന്നത് എനിക്കറിയാവുള്ളൂ. എന്നാരാവൻ ഡ്രാമ കോപ്പ്? എടാ കഴിഞ്ഞ വർഷം കളിച്ചതിനേക്കാളും ഒരു പരിപാടിയെങ്കിലും ഈ വർഷം നമ്മൾ കൂടുതൽ കളിക്കും. ഹലോ, അതെ നമ്മൾ കഴിഞ്ഞ വർഷം എത്ര പരിപാടി കളിച്ചായിരുന്നു? കഴിഞ്ഞ വർഷം നമ്മൾ 2ഓളം പരിപാടി കളിച്ചില്ല. ഓളവോ? ഓളത്തിന് പറഞ്ഞ അതേ കയറി പിടിക്കല്ലേ. 2 പരിപാടി കളിച്ചില്ലേ കഴിഞ്ഞ വർഷം? അല്ല, ഈ 2 പരിപാടി കളിച്ചെന്ന് പറഞ്ഞാൽ ശരിയാ. അത് നമ്മൾ എവിടാ കളിച്ചത്? മറന്നുപോയോ? ഫസ്റ്റ് പരിപാടി നമ്മൾ കളിച്ചത് തൃക്കുന്നപ്പുഴ അമ്പലത്തില്. അതിന് തൃക്കുന്നപ്പുഴ നമ്മൾ കളിച്ചായിരുന്നു. ഇവനെല്ലാം മറന്നുപോയി. നീ ഓർക്കുന്നില്ലേ നമ്മൾ പരിപാടി കളിക്കാൻ വേണ്ടി ചെന്നപ്പോ മഴ പെയ്ത് സ്റ്റേജിൽ വെള്ളം കയറിയിട്ട് പരിപാടി ക്യാൻസൽ ചെയ്ത് ഓർക്കണില്ലേ? ശരിയാ. തൃക്കുന്നപ്പുഴ. അപ്പൊ രണ്ടാമത്തെ പരിപാടി എവിടെ കളിച്ചത്? തൃപ്രയാർ അമ്പലത്തില്. അവിടെ കളിച്ചോ? അതും മറന്നോ? പറഞ്ഞുതരാം. നമ്മൾ പരിപാടി തുടങ്ങാൻ വേണ്ടി ബെല്ല് കൊടുക്കും. അപ്പൊ തന്നെ ആന അടഞ്ഞിട്ട് പരിപാടി വേണ്ടെന്ന് പറഞ്ഞ് കമ്മിറ്റിക്കാർ പറഞ്ഞു. അതാണ് രണ്ടാമത്തെ. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് എല്ലാവർക്കും. ഈ തൃപ്രയാർ അമ്പലത്തില് ഈ വർഷം എന്നെ പൊന്നാട എണീച്ച് സ്വീകരിക്കുന്നു. എനിക്ക് അവർ അവാർഡ് തരുന്നു ഉത്സവ കമ്മിറ്റിക്കാർ. ഈ പൊന്നാടയൊക്കെ തരുന്നേ? എടാ അതറിയത്തില്ലായിരുന്നോ? ഇല്ല. എടാ ആശാന്റെ പരിപാടിയാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ബുക്ക് ചെയ്തിരുന്നത്. ഈ സംഭവം എങ്ങനെയോ ലീക്കായി. ഇത് അറിഞ്ഞ ഒരു ഒറ്റ മനുഷ്യൻ അന്ന് പരിപാടി കാണാൻ വന്നില്ല. വേറെ വല്ല ട്രൂപ്പുകാരുടെ പരിപാടി ആയിരുന്നെങ്കിൽ എത്ര മാത്രം ആള് കൂടിയാനെ. ആന പലരെയും ചവിട്ടി കൊല്ലത്തില്ലേ? ആ ദുരന്തത്തിൽ നിന്ന് നാട്ടുകാരെ രക്ഷിച്ചാനാ ഈ പൊന്നാട. കണ്ടോ, ഒരു അവാർഡ് നമുക്ക് കിട്ടിയപ്പോ പുച്ഛം. അതാണ് രക്ഷപ്പെടാൻ സംഭവിക്കത്തില്ല. ആശാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. നമ്മളൊരു പരിപാടി സ്പോട്ടിൽ ചെന്നാ ആദ്യം തന്നെ കമ്മിറ്റിക്കാരെ പൈസ ഇങ്ങനെ മേടിച്ചെടുത്തോണം. ആദ്യം തന്നെ പൈസ മേടിക്കണല്ലോ. അതന്നെ അവസാനം തിരിച്ചു കൊടുക്കാനുള്ളല്ലേ. വെറുതെ എന്റെ കയ്യിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അതിന് ഞാൻ സമാധാനം പറയാം. ആശാന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഈ ട്രൂപ്പിൽ മൊത്തത്തിൽ പ്രശ്നമാണല്ലോ. പറ എന്താ പ്രശ്നം? അതല്ല, നമ്മുടെ മണിയനില്ലേ ദൂതുമായിട്ട് വരുന്ന മണിയന് നാളെ വരത്തില്ലെന്ന്. അവനും വരത്തില്ലേ? അവനെന്താ പ്രശ്നം? അവന്റെ അപ്പൂപ്പന്റെ 16 അടിയന്തരവാ നാളെ. ഇത്രയും ദിവസം ഉണ്ടായിട്ട് കറക്റ്റ് കൊണ്ട വെച്ചതാ നാളെ 16 അടിയന്തരം. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറ്റി പിടിക്കാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ മാറ്റും? അപ്പൊ 15 17 ആയി പോകത്തില്ലേ? ആശാൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. മണിയന് പകരം ഉഗ്രനൊരു ആർട്ടിസ്റ്റിനെ അവൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് കലാകാരൻ. അവന് വരാൻ പറ്റില്ല. പകരം ഒരാളെ അറേഞ്ച് ചെയ്തു. കണ്ട് പഠിക്കണടാ. വിളിക്ക് ടെൻഷൻ. നാളെ ഫസ്റ്റ് പരിപാടി കളിക്കാനുള്ളത്. ചേട്ടാ ആശാൻ വിളിച്ചു വാ, കേറി പോര്. നമുക്ക് ആരോമൽച്ചവരാക്കിയല്ലോ. പിന്നെ ഞാൻ എന്നാത്തിന് ഇവിടെ നിൽക്കും? പിടിക്കല്ലേ? ഒന്നുമില്ല, ചെറിയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ചെറിയൊരു ഡയലോഗ് അത്രേ ഉള്ളൂ. പേരെന്നാ പറഞ്ഞേ? ആശാൻ ഇവനെ ബംഗാളിൽ നിന്ന് പണിക്ക് വന്നതാ. മണിയന്റെ കെയർ ഓഫിൽ അവൻ അറേഞ്ച് ചെയ്ത് വിട്ടതാ. എല്ലാ മേഖലയിലും കൈവച്ച് ഇതിങ്ങടെ വെക്കാനുണ്ടായിരുന്നുള്ളൂ ബംഗാളികൾ. ഒരു കാര്യം, നിനക്ക് ഈ ട്രൂപ്പിൽ ഞാൻ വേണ്ട പരിഗണന തരുന്നില്ല എന്ന് നിനക്ക് ഒരു പരാതി ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ ഡയലോഗ് ഇവനെ നീ ഒന്ന് പഠിപ്പിക്കും. അത് വേണ്ട. മറ്റേ കണ്ണപ്പനുണ്ണി ആരോമലൊക്കെ ഒരുങ്ങാൻ പറ്റിയ ആളല്ലേ ആശാൻ തന്നെ അങ്ങ് പറഞ്ഞാ മതി. ആശാൻ പറ വലിയ ആളല്ലേ. 10-20 വർഷമായി ഡയറക്ഷൻ തുടങ്ങിയിട്ട് ഞാൻ പഠിപ്പിക്കും. ഒരു പ്രതിമയെ കിട്ടിയാലും ഞാൻ പഠിപ്പിക്കും. പിന്നെയാണോ ഇവൻ? ഒന്നുമില്ല. എന്നാ ഡയലോഗ് എന്ന് പറഞ്ഞാ മറ്റേ ഓടി വന്നിട്ട് പറയത്തില്ലേ, ഉണ്ണി ആർച്ച അല്ലിമർക്ക് അവർ പൂരത്തിന് പോകുന്നു. തുമ്പോലാർച്ച വരുന്നുണ്ട്. മൊത്തം തെറ്റിക്കും കേട്ടോ. തുമ്പോലാർച്ച വരുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. കണ്ടോ? ബോൾ ബോൾ ആർച്ച. അച്ഛ അവിടെ പൊളഞ്ഞ്. അച്ഛല്ല, ആർച്ച. അച്ഛ അച്ഛ വിട്ടേക്കൂ. ഈ ആരുടെയും ചായയുടെ ഇടയ്ക്ക് ഒരു ഇറ് കയറ്റാൻ പറ്റുമോ? കേറ്റല്ലേ, അപ്പൊ ഗ്രാമർ മാറിപ്പോകും. ആർച്ച എന്നാലും അവൻ ആ പറയത്തില്ല. ഏതെങ്കിലും ഒരെണ്ണം അവൻ കളയും. ആർച്ച ആർച്ച ആർച്ച് ആർച്ച് വരുന്നുണ്ട്. വരുന്നുണ്ട്.
ആ ഉണ്ടും കൂടെ അങ്ങ് പറഞ്ഞായിരുന്നെങ്കിൽ സംഭവം തീർന്നേനെ. വരുന്നുണ്ട്, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞാൽ ഏത് ഭാഷയാണെങ്കിലും കുഴപ്പമില്ല. എഴുന്നേറ്റ് എഴുന്നേക്ക് എഴുന്നേക്ക്. ആന തുമ്പോലാർച്ച വരുന്നുണ്ട്. തുമ്പോലാർച്ച വരുന്നുണ്ട് എന്ന് പറഞ്ഞു. തുമ്പോലാർച്ച വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ അവിടുന്ന് വരണം. അവിടുന്ന് വരണം. അതാടാ ഇവന്, അതാ എന്റെ പ്രശ്നം. എന്നാ ആശാനെ? അവിടുന്ന് വരാൻ പറ്റത്തില്ല. ഇവിടുന്ന് വന്നാൽ കുഴപ്പമുണ്ടോ? നീയും വാശി പിടിക്കുവാണോ? ഇവിടുന്ന് അങ്ങോട്ട് വരണം കേട്ടോ. പോരെ എന്തിടാ വന്നേ. ഞാൻ ഇവിടുന്ന് തള്ളി വിടാം. അപ്പൊ ഡയലോഗ് പറഞ്ഞോളാം. റെഡിയല്ലേ? ദൈവം വരുമ്പോ കറക്റ്റ് പറഞ്ഞോണേ. റിഹേഴ്സല് ചെല്ലേ. വരുന്നുണ്ട്. വരാൻ പറയൂ. ഇവിടെ നമ്മുടെ ബാലം നടക്കുന്ന കേരളത്തിലല്ലേ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലാണോ? ഒന്നും മിണ്ടണ്ട. അത്രയും ഡയലോഗ് പറഞ്ഞ് ഓടിപ്പോയാ മതി. അതെങ്കിലും ആശാനെ, സുമതി വരുന്നുണ്ട് കേട്ടോ. എന്റെ ദൈവമേ, കല്യാണം കഴിച്ചിട്ടല്ലേ പെണ്ണ് വന്നല്ലോ. വാ വാ വാ. എന്റെ സുമതി, നീ ഒന്ന് പെട്ടെന്ന് വാ. എത്ര സമയമായിട്ട് നീ വരാന്ന് പറഞ്ഞു? 3 മണിക്കൂർ ഇപ്പൊ തന്നെ ലേറ്റാ. നാളെ പരിപാടി ഉള്ളതല്ലേ? അത് പിന്നെ ആശാൻ അറിഞ്ഞൂടെ ഇന്ന് എന്റെ കല്യാണമായിരുന്നെന്ന്. പിന്നെ കണ്ണേട്ട ഇച്ചിരി ലേറ്റ് ആയേ, അതാ ഞാൻ. ആരടി കണ്ണേട്ടൻ? എന്റെ ഭർത്താവ് വന്നിട്ടുണ്ടോ? പിന്നെ എന്നിട്ട് എവിടെ? കണ്ണേട്ടാ ഇങ്ങോട്ട് കേറി വാ. ഇതാരാന്നാ പറഞ്ഞേ? എന്റെ ഭർത്താവ് കണ്ണേട്ടൻ. കണ്ണേട്ടൻ. ഇത് കണ്ണേട്ടനല്ല, കണ്ണിന്റെ ഏറ് കിട്ടിയ ഏതോ ഏട്ടനാ. വേണ്ട, കണ്ണേട്ടൻ കണ്ണേട്ടൻ. ഇവളുടെ കണ്ണേട്ടൻ കാണ്. കണ്ണൊക്കെ ഇരിക്കുന്ന കേട്ടോ. കിട്ടി. ചിരിപ്പിക്കല്ലേ? കൂടുതൽ മുച്ചിട്ടൊന്നും വേണ്ട. സുമതിയെ ഈ സമിതിയിൽ ഇനി കളിക്കുന്നില്ല. സുമതിയില്ലാണ്ട് സമിതി മുന്നോട്ട് പോകത്തില്ല. സുമതി ഇല്ലാത്ത സമിതി പോയാ മതി. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എന്നോട് മേടിച്ച് അഡ്വാൻസ് തിരിച്ചു തന്നേക്ക്. അഡ്വാൻസ് മേടിച്ചേക്ക് തിരിച്ചു തരും. ആ, എത്ര രൂപ മേടിച്ചേടി ഇവിടുന്ന്? 50,000. 50,000 രൂപ. 50? ആ സുമതി ഈ സമിതി കളിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ? എനിക്കെന്താ വിരോധം? എന്നാ പിന്നെ അവൾ ഇതിനകത്ത് കളിക്കട്ടെ. കുഴപ്പമില്ല. സുമതി നിങ്ങളുടെ റിഹേഴ്സൽ നടക്കട്ടെ. അപ്പൊ നമുക്ക് റിഹേഴ്സൽ നോക്കാം. ഭരതമുനിയൊരു കളം വരച്ചു. ആർച്ചി ഇപ്പൊ എവിടെ പോകുന്നു? അത് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് ആഭരണങ്ങൾ എടുക്കാൻ പോയെ. അല്ല, ഞാൻ തോഴികളുമൊത്ത് അല്ലിമലർക്കാവിൽ കൂത്ത് കാണാൻ പോവുകയാണ്. ആർച്ചി ഇപ്പൊ പോവണ്ട. ഞാൻ പോണ്ടേ? അതെന്താ ഞാനും കൂടെ പോയാലേ? ആർച്ച പോവണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ പോണ്ടേ? അതെന്താ ഞാനും കൂടെ പോയാലേ? പോവണ്ടെന്ന് പറഞ്ഞാ പോവണ്ട. വിടമട്ടെ, എന്നെ ഇങ്ങ ഇരുന്ന് നീ കൂത്ത് കാണാൻ വിടമട്ടെ. ആർച്ച പോവണ്ട പോവണ്ട പോവണ്ട. ഞാൻ പോവും പോവും പോവും. സുമതി നീ ഇതിനിടയ്ക്ക് എവിടെ പോകണം? അല്ലിമലർക്കാവിൽ കൂത്ത് കാണാൻ. എന്റെ പൊണ്ണു കൊച്ചോ, നീ വെല്ലച്ചാൽ ഈ റിഹേഴ്സൽ ഒന്ന് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോവാ. നമ്മുടെ ആദ്യരാത്രി അല്ലേ ഇന്ന്? അല്ലേ, അത് മുടക്കല്ലേ? ആ എടി, എവിടുന്ന് കിട്ടിയടി ഈ സാധനത്തിന്? ഓ, ഫേസ്ബുക്കിന് ചാറ്റ് ചെയ്ത് കിട്ടിയതാണേ. ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്ത് കിട്ടിയതാ. അപ്പൊ ചീറ്റിംഗ് പ്രതീക്ഷിച്ചാ മതി. റിഹേഴ്സൽ നടക്കട്ടെ, റിഹേഴ്സൽ നടക്കട്ടെ. ആർച്ചേ, ഈ ആരോമൽ നാളെ അംഗത്തിന് പുറപ്പെടുകയാണ്. ഞാൻ തിരിച്ചു വരുന്നത് വരെ നമ്മുടെ കളരിയിൽ തിരിതെളിയിച്ച് എനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട പെണ്ണാണ് നീ. കുഞ്ഞിരാമേട്ടാ. ആർച്ചേ, അനുരാഗ കളരിയിൽ അംഗത്തിനു വന്നവളെ, ഒരികത്തിൻ ഒരിക തടുത്ത പരിചയില്ല. നിന്റെ മലവിഴിയാകും കരം മടക്കാൻ മനസ്സുമില്ല, തെല്ലും മനസ്സുമില്ല. ആർച്ചേ, ഈ കുഞ്ഞുനാൾ മുതൽ എന്റെ മനസ്സിൽ ഓടിക്കളിച്ചിരുന്ന പെണ്ണാണ് നീ. കൊത്തരുത്, കൊത്തും, കൊത്തരുത്, കൊത്തും, കൊത്തരുത്. കൊട്ടവനയിക്കുവോ? അയ്യോ, തൊടുന്നേ ഉള്ളൂ. എന്റെ മനസ്സിലെങ്ങും ഒന്നുമില്ല. നിന്റെ മനസ്സിലൊന്നുമില്ല,
പക്ഷെ നിന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം നിന്റെ മനസ്സിൽ ഒരുപാടുണ്ടെന്ന്. ആശാന് ഉള്ള കാര്യം പറഞ്ഞേക്കാം. തൊട്ടും പിടിച്ചുള്ള അഭിനയമാണെങ്കിൽ സുമതി ഈ സമതി കളിക്കുകയല്ല. പറഞ്ഞേക്കാം. പോട്ടേട്ടാ. എടാ ഇപ്പൊ തൊടണ്ട, സംഭവം വിട്ടേക്ക്. കയറുമ്പോ മട്ട് മാറുവന്നല്ലേ. അതൊക്കെ പള്ളിയിൽ പറഞ്ഞാൽ മതി. ആശാൻ ഇങ്ങനെയാണ് ഞാൻ കളിക്കത്തൊന്നുമില്ല കേട്ടോ, പറഞ്ഞേക്കാം. ഉള്ള കാര്യം പറയാലോ. സുമതി ഇനി ഈ സമിതിയിൽ കളിക്കുന്നില്ല. കണ്ണേട്ടാ പോട്ടേട്ടാ. നീ എന്തോ കാണുന്നു ഇതിനിടയ്ക്ക് നീ എവിടെ പോണം? അതല്ല ഇത് വിട്ടേക്ക് പോട്ടേന്ന് വഴക്കുണ്ടാക്കല്ലേ. അങ്ങനെ പറ്റുകയല്ലോ. സുമതി ഈ സമിതിയിൽ ഇനി കളിക്കുന്നില്ല. എടാ, ഈ പുള്ളി ശ്രദ്ധിച്ചോടാ, ആ ദേഷ്യപ്പെടുമ്പോ പുള്ള മുഖഭാവം നീ കണ്ട? ഈ സൈഡിൽ നോക്കിയാ കറക്റ്റ് മോഹൻലാൽ അല്ലേ നോക്കി? ശരിയാ 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 കേട്ടോ. പക്ഷെ മോഹൻലാലിന്റെ ഒരു തോള് ചരിഞ്ഞിരിക്കുന്നില്ല ആശാനെ. ചരിയുന്നുണ്ട്. തോള് ചെരിഞ്ഞാണല്ലോ ഇരിക്കുന്നേ. പക്ഷെ ആ തോളല്ലല്ലോ, ഇപ്പുറത്തെ തോളല്ലേ ചരിയേണ്ടത്. പക്ഷേ ആശാനെ ആ? എനിക്ക് ഈ സൈഡിൽ നോക്കിയിട്ട് മമ്മൂട്ടിയായിട്ടാ തോന്നുന്നേ. കറക്റ്റാ കേട്ടോ. ഈ വേണാടാ ഇച്ചിരി ഫ്രണ്ടിലേക്കുന്നേ. ഫ്രണ്ടിൽ നോക്കിയേ, മമ്മൂട്ടി അല്ലടാ, സുരേഷ് ഗോപി. സുരേഷ് ഗോപി. ഓ കറക്റ്റ്. ഉള്ളത് പറയാലോ, മുഖത്ത് രാജകല തുളുമ്പുമാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു കലാകാരനല്ലേ. രക്തത്തിൽ കലയുടെ അംശം അമിതമാണ്. അതെ, അതെ. അലിഞ്ഞു ചേർന്നേക്കോ. ഡോക്ടർ പോലെ എന്നോട് പറഞ്ഞായിരുന്നു രക്തത്തില് ഒരുപാട് അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്ന്. ഷുഗറാണോ? അത് കാര്യാക്കണ്ട, നിങ്ങളെ കണ്ടറിയാം നിങ്ങളൊരു കലാകാരനാണ്. ഒരു കലാകാരനല്ലേ ഒരു കലാകാരന്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതാണ് അല്ലേ? ഒരു കലാകാരനെ മനസ്സിലാക്കാൻ പറ്റുമോ? അതെ അതെ. അതാണ് ഞാൻ ഈ തകർന്നു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ബാലെ ട്രൂപ്പിൽ ഒരു നടി പോയി കല്യാണമൊക്കെ കഴിച്ചേച്ചേ പിണങ്ങി പോണത് ഭയങ്കര വിഷമല്ലേ? വിഷമല്ലേ? പിന്നെ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ചെയ്യാൻ പാടില്ല. ഒരു കലാകാരനെ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരു കാര്യം ചെയ്യും. നിങ്ങളുടെ റിഹേഴ്സൽ നടക്കട്ടെ. എന്റെ ഡയലോഗ് നമുക്ക് പിന്നെ ആയാലും നമുക്ക് നോക്കാമല്ലോ. സുമതി ഓക്കെയാണ്. സുമതി ഓക്കെയാണ്. അച്ഛൻ എന്നെ അറിഞ്ഞോണ്ടോ പറയുന്നേ? ഈ പുള്ളി വേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നിട്ട് കൊടുക്കാനാ? പുള്ളിക്ക് ഇനിയിപ്പോ എവിടെ നിന്ന് വേഷം കൊടുക്കുക? അതെ, ഇതിനകത്ത് ഓൾറെഡി വേറെ വേഷമൊന്നും ഇല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഓൾറെഡി ഞാൻ കലാകാരനായല്ലോ. ഡോക്ടറും പറഞ്ഞു, നിങ്ങളും പറഞ്ഞു. അപ്പൊ ഇപ്പൊ വേണല്ലേ? ഒരു കാര്യം ചെയ്യും, ഒരു കിടിലം സംഭവം ഉണ്ട്, അത് ഞാൻ തരാം. നിങ്ങൾ ഈ സ്റ്റേജിൽ നിൽക്കേണ്ട ആളല്ല. അതല്ല അല്ല, നിങ്ങൾ ജനങ്ങളിലായിട്ട് ഇറങ്ങി ചെല്ലണം. അത്ര നല്ല ഗംഭീര കലാകാരനാണ് നിങ്ങൾ. നിങ്ങൾ ഈ ജനങ്ങളിലായിട്ട് ഇനി അങ്ങ് ഇറങ്ങി അങ്ങ് ചെല്ലുകയാണ്. എന്നിട്ട് ഒരു കിടിലൻ ഡയലോഗ് നിങ്ങൾ പറയണം. ആണോ? എന്താണ് ആ ഡയലോഗ്? ഇഞ്ചി മുട്ടായി. ആളെ കളിയാക്കുവാണ്. ഞാൻ വേറെ കിഴങ്ങനാന്ന് പറഞ്ഞ കേട്ടില്ലേ? ഇഞ്ചി മുട്ടായിരുന്നു. അതങ്ങനല്ല പറയേണ്ടത്. ഇഞ്ചി മുട്ടായി, ഇഞ്ചി മുട്ടായി, ഇഞ്ചി മുട്ടായി അങ്ങനെ വേണം പറയാം. മോഡുലേഷൻ എനിക്കില്ല, അതാ പറ്റി പോയാലും. മോഡുലേഷൻ അങ്ങനെ പറയാം. ഒരു കാര്യം ചെയ്യും, സമയം കളയണ്ട, ജനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലോ. ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണല്ലേ? ഇതെന്താ കാലമോ? പ്രോപ്പർട്ടി. ഇതാണ് ഇഞ്ചി മുട്ടായി. ഇഞ്ചി മുട്ടായി. ഇഞ്ചി മുട്ടായി, ഇഞ്ചി മുട്ടായി. നീട്ടി പറഞ്ഞാൽ നന്നായിരിക്കും. ഇഞ്ചി മുട്ടായി, കറക്റ്റ്. നല്ല കലാകാരൻ. ഇഞ്ചി മുട്ടായി, ഇഞ്ചി മുട്ടായി. എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? നിന്റെ ഡയലോഗ്. എന്റെ ഡയലോഗ് ഒന്നും അറിയത്തില്ലെന്ന് എനിക്ക്. എടാ റിഹേഴ്സൽ ചെയ്യുമല്ലേ നീ? അംഗത്തിന് പോയിട്ട് കുത്തേറ്റ് വന്ന് വീഴുന്നു. ഈ സീനാണ് ഇപ്പൊ നമ്മൾ റിഹേഴ്സൽ ചെയ്യാൻ പോണത്. ഓക്കെ ഇവിടെ ഓക്കെ. ആർച്ചെ വിളിച്ചോണ്ട് വന്ന് വീണു. കുത്തുവിളക്ക് കൊണ്ട് എന്നെ ആഞ്ഞു കുത്തിയ ചതിയൻ ചന്തു. കുത്തുവിളക്ക് കൊണ്ട് ആഞ്ഞു കുത്തിയ ചതിയൻ ചന്തു. ഈ ആരോമൽ നിന്നോട് ചോദിക്കുന്നു, നിനക്കിത് വേണമായിരുന്നു? നിന്നോട് ചോദിക്കുന്നു, നിനക്കിത് വേണമായിരുന്നോ? ഇങ്ങനെ എന്താ ഈ പറയുന്നത്? എടാ അത് വിട്ടേക്ക്, അത് അവിടെ പറഞ്ഞല്ലേ, അതേ കയറി പിടിക്കില്ലേ. അടുത്ത ഡയലോഗ് പറ. 18 കളരിക്ക് മാസാനായ ഈ ആരോമൽ ശേഖർ പറയുന്നു, ഇതിന് ഞാൻ നിന്നോട് ചോദിക്കും. താൻ എന്നാണോ കുറെ നേരിട്ട് വിടുന്നിട്ട്? താൻ എന്നാണ് കാണിക്കുന്നത്? ഇവിടെ താൻ അവിടുന്ന് ഒച്ച വെക്കുന്ന എനിക്ക് ഇവിടുന്ന് ഡയലോഗ് പറയാൻ പറ്റുന്നില്ല. എന്റെ ഡയലോഗ് തെറ്റി പോകുന്നു. ആദ്യം നീ കറക്റ്റായിട്ട് ഡയലോഗ് പഠിക്കണാവൂ. അങ്ങനെ തന്നെ ഡയലോഗ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. ഇഞ്ചി മുട്ടായി. അവനവിടെ തലം ഉണ്ടാക്കുവാണ്. ഞാൻ എവിടെ കളിക്കത്തൊന്നുമില്ല. ഞാൻ ഇറങ്ങിപ്പോകും. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇവൻ അലമ്പെടുക്കാണ് ഈ ട്രൂപ്പ് ഞാനും കളിക്കത്തില്ല. ആ ഹിന്ദിക്കാരന് പോലും സൂചിക്കുന്നില്ല. ഇതെങ്ങനെ ശരിയാവും? ഉള്ള കാര്യം പറയാം. സുമതി ഇനി ഈ സമിതി കളിക്കുന്നില്ല. പെട്ടെന്ന് പിണങ്ങിപ്പോയ ഞാൻ ഈ പരിപാടി നാളെ കളിക്കാനുള്ളല്ലേ? പെട്ടെന്ന് പിണങ്ങിപ്പോയി എങ്ങനെ ശരിയാവുന്നേ? ഞാൻ പിന്നെ എന്താ ചെയ്യണം? അവളെ വിളിച്ചോണ്ടു സുമതി മാല എടുക്കാൻ പോയതോ? ഇറങ്ങാം പോകണോ?
പിന്നെ ഒരു കാര്യം പോയി കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കരുത്. ഇല്ല പൊക്കോ. ഞങ്ങൾ ആ ഒരു പോക്ക് അങ്ങ് പോകും. ആ പൊക്കോ. 9:30 വണ്ടി. 9:30 കഴിഞ്ഞപ്പോഴത്തേക്ക് കിട്ടുന്നില്ല. ആ പൊക്കോ. പോവേ. പൊക്കോ ഇനിയെങ്കിലും. ഇത് വാക്കാവുള്ള എനിക്ക്. പാടി. അല്ല ഏട്ടാ നമ്മൾ ശരിക്കും പോവാണോ? ചുമ്മാ പോവാടി. വിളിക്കണ ആ വെള്ളപ്പാറ്റ വിളിക്കുന്നു. അവർ വിളിക്കണ കാണാനില്ല. ഇത് കുറച്ചാ പോവാനുള്ള. വിളിക്കണില്ലല്ലോ ഏട്ടാ. രമേശ, അല്ല ഞാൻ നിങ്ങളല്ല വിളിച്ച, ഞാൻ ഈ രമേശനെ വിളിച്ചാണ്. എന്നെ വിളിക്കണോലെ തോന്നിയത്. അല്ലല്ല, നിങ്ങളുടെ പേര് അതല്ലല്ലോ. കണ്ണേട്ടനല്ലേ? കണ്ണേട്ടൻ പൊക്കോ. കണ്ണേട്ടൻ പൊക്കോ. പോയാ പിന്നെ വരികയല്ല. ആ വരില്ല, വരണ്ട. ദൈവത്തെ ഓർത്ത് വരല്ലേ. ഓ പുറത്ത് കഴി. നമ്മുടെ നാട്ടിൽ വേറെ കലാകാരിമാരുണ്ടാ. ആണോ? പിന്നെ ദേ, കണ്ടില്ലേ? കറക്റ്റാ കേട്ടോ, ഫിഗറൊക്കെ ഓക്കെ. ആ വാ വാ സജന. സജന. പിന്നെ എനിക്കറിയാവുന്ന ഓർത്തത്. കുഞ്ഞിരാമേട്ടാന്ന് വിളിക്കുന്നു. ഈ സമയത്ത് ഒരു പാട്ട്. ഓക്കെ വിളിച്ചോ കുഞ്ഞിരാമേട്ടാന്ന്. അനുരാഗ കളരിയിൽ അംഗത്തിനു വന്നവളെ ഒരികത്തിൻ ഒരിക തടുക്കാൻ പരിചയില്ല നിന്റെ മലവിളിയാകും കരം മടക്കാൻ മനസ്സുമില്ല ചെല്ലും മനസ്സുമില്ല. കിടക്കി, സൂപ്പർ. നല്ല കൈയ്യടി, നല്ല കൈയ്യടി കൊടുക്ക്. ഒന്നുമില്ല, ചെറിയ 1-2 ഡയലോഗ് അത്രയും പറഞ്ഞു. ഇങ്ങോട്ട് വരൂ. ഡയലോഗ് പറഞ്ഞു കൊടുക്കും. വാളിങ്ങനെ കുഞ്ഞിരാമേട്ടന് നേരെ വീശിയെടുക്കും. ഡയലോഗ് പറയും. നീ ഡയലോഗ് പറയും. കുഞ്ഞിരാമേട്ടാ കുഞ്ഞിരാമേട്ടാ. ഇച്ചിരി നല്ല ക്യാരക്ടറായിട്ട് വരും. കുഞ്ഞിരാമേട്ടാ കുഞ്ഞിരാമേട്ടാ. വീരോഗ്ര പ്രതാപിയായ ദിഗ്വിജയ പ്രവീണനായ ആരാ ആശാനെ, ദേ എന്നെ തെറി വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ഒന്നുകൂടെ പറയടാ ഡയലോഗ്. ദിഗ്വിജന്ത പ്രവീണനായിട്ടുള്ള വീണാളഹസ്ത രാജാവ് നടത്തിയാലും കേട്ടോ. ഒന്ന് പറയൂ പ്ലീസ്. നാളെ എനിക്ക് തട്ട കളിക്കാനുള്ളത് ഒന്ന് പറയൂ. ദിഗ്രോത്ഭുത പ്രതാപിയായ ദിഗ്വിജന്ത പ്രവീണനായ പ്രവീണിന്റെ കാര്യം പറയുന്നത് വന്നപ്പോലെ ഈ പ്രവീൺ എന്ന് പറയുന്നത് ആരാ പ്രവീൺ? കെട്ടിയോന്റെ കാര്യമാണോ പറഞ്ഞത്? പ്രവീൺ എന്ന് പറഞ്ഞത്. പൊക്ക ഒരു പണി പോയിരുന്നു. ഞാൻ വേറെ ആരെങ്കിലും വെച്ചോളാം. അതിനകത്ത് ഇനി വേറെ ആരെങ്കിലും പൊക്കാം. വാള് വന്നിട്ട് പോകും. എന്റെ വാളെ കൊണ്ട് പോകണം. നാളെ എനിക്ക് പരിപാടിയുള്ളതാ. ചതിച്ചു. എടാ നിന്റെ സീൻ ആദ്യം റിഹേഴ്സൽ ചെയ്തല്ലേ, പിന്നെ എന്തിനാ പിന്നെ വന്ന് വീഴുന്നേ? ചതിച്ചു. ചന്തു ആണോടാ നിന്നെ ചതിച്ചേ? ചന്തു അല്ല, പിന്നെ ചന്തുവിന്റെ ബന്ധു നന്ദു എന്നെ ചതിച്ചത്. നന്ദു? ആ, നമ്മുടെ പരിപാടി നാളെ ബുക്ക് ചെയ്തിരുന്ന ഈ നന്ദുവാ. ഈ ഫൈനൽ റിഹേഴ്സലായിട്ട് അവന് മനസ്സിലായി ഈ പരിപാടി അവിടെ നാളെ കളിച്ചാ കമ്മിറ്റിക്കാർ അവനെ കുത്തുന്നു. അതിനു മുമ്പേ അവൻ എന്നെ കുത്തി ആശുപത്രി കൊണ്ടുപോയി.